ഒരു കഥ പറയാം. കഥയുടെ പേര് സന്മനസ്സിന് ഒരു പുളവ്. സുഗന്ധി ഒരുങ്ങി റെഡിയായി അവസാന മിനുക്ക് പണി എന്നോണം മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ധരിച്ചിരുന്ന വസ്ത്രത്തിലും ശരീരത്തിലും സുഗന്ധദ്രവ്യം പൂശി രാജീവൻ്റെ ഓട്ടോറിക്ഷയുടെ വരവും കാത്തിരിക്കുമ്പോഴാണ് മൂന്നാമൻ രാമു ആശാൻ്റെ വിളി. കസ്റ്റമർ ഇവിടെ കിടന്ന് കയർ പൊട്ടിക്കുന്നു, എത്രയും വേഗം വരണം. രാജീവൻ്റെ ഓട്ടോറിക്ഷയാണ് സുഗന്ധി സ്ഥിരം വിളിക്കുന്നത്. വിശ്വാസം മാത്രമല്ല, അതൊരു ധൈര്യം കൂടിയാണ്. രാജീവനും സുഗന്ധിയും ഒരുമിച്ച് പഠിച്ചവരും ബാല്യകാല സുഹൃത്തുക്കളുമാണ്. സുഗന്ധി ഓരോന്നും ചിന്തിച്ചിരിക്കെ ഓട്ടോറിക്ഷയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം വീടിനകത്തേക്ക് കടന്നു വന്നു, കൂടെ ശബ്ദവും. പെട്ടെന്ന് സുഗന്ധി ബാഗെടുത്ത് തോളിൽ തൂക്കി വീടിന് പുറത്തിറങ്ങി കതകടച്ചു പൂട്ടി. വേഗം ഓട്ടോയിൽ കയറി വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ രാജീവൻ ക്ഷമ പറഞ്ഞു. ഒരു ആശുപത്രി ആവശ്യമായിരുന്നു, അതാലേ വൈകിയത്. താൻ വൈകിയത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. അവിടെ ഹോട്ടലിൽ ആരോ കിടന്ന് കയർ പൊട്ടിക്കുന്നു. രാമു ആശാൻ വിളിച്ചിരുന്നു. നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ വണ്ടിയുടെ വേഗത കൂട്ടി. സുഗന്ധി അന്തസ്സും അഭിമാനവുമുള്ള കുടുംബത്തിലെ പെണ്ണായിരുന്നു. അന്തസ്സായി തന്നെ ജീവിക്കണം എന്നായിരുന്നു അവളുടെ മോഹം. അപ്പോഴാണ് അമ്മയ്ക്ക് കല്യാണമോഹം ഉണ്ടായത്. എൻ്റെ തലയിലെടുത്ത് തിരുത്തി കുറിക്കാൻ ഒരു രണ്ടാനച്ഛൻ. രാജീവൻ കേട്ടു മടുത്തതാണെങ്കിലും സുഗന്ധിയുടെ മനസ്സന്തോഷത്തിനു വേണ്ടി അവൻ ഒന്നും മിണ്ടാതെയിരുന്ന് കേൾക്കും. ജീവിതം ഈ വഴിക്കായതിൽ സുഗന്ധിക്ക് വളരെ ദുഃഖമുണ്ട്. എത്ര മറക്കാൻ ശ്രമിച്ചാലും ചിലപ്പോഴൊക്കെ ഓർത്തു പോകും. നിന്നോട് അല്ലാതെ ഞാൻ ആരോട് പറയും? സുഗന്ധി പറഞ്ഞത് സത്യമാണ്. നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയും? സുഗന്ധി പറഞ്ഞത് സത്യമാണ്. വേറെ ആരുമില്ല. ഒറ്റയ്ക്കാണ് താമസം. അയൽവാസികൾ ധാരാളമുണ്ട്. അവരൊന്നും അവളോട് സംസാരിക്കില്ല. അതിന് അവർ കുറ്റക്കാരല്ല. പിന്നെ പോകുന്നിടത്ത് എൻ്റെ കഥ കേൾക്കാനല്ലല്ലോ അവർ വരുന്നത്. രാജീവൻ എല്ലാം കേട്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂളും, കേൾക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ. പറഞ്ഞും കേട്ടുമൊക്കെ ഓട്ടോറിക്ഷ വലിയൊരു ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നു. സുഗന്ധി ഹോട്ടലിലേക്ക് കയറിപ്പോകും വഴി രാജീവനെ കൈവീശി കാണിച്ചു. രാജീവൻ മടങ്ങി. അടുത്ത രാത്രി 12 മണി കഴിഞ്ഞ സമയം. ഓട്ടം വളരെ കുറവാണ്. വീട്ടിൽ പോകാമെന്ന് തീരുമാനിച്ച് രാജീവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും ഫോൺ ബെല്ലടിച്ചു. സുഗന്ധിയാണ്. രാജീവ്, പെട്ടെന്ന് ഹോട്ടലിലേക്ക് വരണം. 112 റൂമാണ്. കതക് തുറക്കുന്നതുവരെ ബെല്ലടിക്കണം. നീ വന്നില്ലെങ്കിൽ നാളെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഒറ്റ ശ്വാസത്തിൽ. സുഗന്ധി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞു നിർത്തിയത്. രാജീവൻ വേഗം തന്നെ ഹോട്ടലിൽ എത്തി. റിസപ്ഷനിൽ ഇരിക്കുന്ന പയ്യൻ സോഫയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നു. രാജീവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ ചുവട് വെച്ചു അകത്ത് കയറി. പെട്ടെന്ന് 112 റൂമിൻ്റെ മുന്നിലെത്തി. അകത്ത് ചീത്ത വിളി കേൾക്കാം. രാജീവൻ ഹോളിൻ ബെൽ അടിക്കാൻ തുടങ്ങി. നിർത്തില്ലാതെ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് അകത്ത് ചീത്ത വിളിയുടെ വേഗതയും ഒച്ചയും കൂടിക്കൊണ്ടിരുന്നു. എന്നാലും രാജീവൻ ബെല്ലടി നിർത്തിയില്ല. കതക് തുറന്നതും അയാളെ തള്ളിമാറ്റി സുഗന്ധി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അയാളെ രാജീവൻ അകത്തേക്ക് തള്ളി. സുഗന്ധിയുടെ കൈപിടിച്ച് പുറത്തേക്ക് ഓടി. അവർ ഓട്ടോയിൽ കയറി വേഗത്തിൽ വണ്ടി വിട്ടുപോയി. സുഗന്ധി, എന്താ സംഭവിച്ചത്? രാജീവൻ ചോദിച്ചു. അവൾ ശ്വാസഗതിയൊക്കെ നേരെയാക്കിയിട്ട് പറഞ്ഞു. 50 വയസ്സിന് മുകളിൽ പ്രായം കാണും. ആരോഗ്യമുള്ള ഒരു തടിയൻ. ചാരായം കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് പണവും തന്നു. പിന്നെ അയാൾ എന്തോ ഒരു പൊടി വെള്ളത്തിൽ കലക്കി കുടിച്ചു. അല്പനേരം അനങ്ങാതെ കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദേഷ്യത്തിൽ എന്നെ ഒന്ന് നോക്കി. എന്നിട്ടൊരു ചോദ്യം. നീ ഏതാടി? എന്തിനിവിടെ വന്നു? ഓ, നീ ആ രമണിയല്ലേ? എന്താടി നിനക്കിവിടെ കാര്യം?
എന്താടി നിനക്കിവിടെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ചറപറ അടിച്ചു. പൊക്കിയെടുത്ത് അയാളോട് ചേർത്ത് നിർത്തി ഇറകെ പിടിച്ചു. എൻ്റെ ചുണ്ട് കടിച്ചു മുറിച്ചു. രമണി എന്ന് വിളിച്ചുകൊണ്ട് ചീത്തവിളിയും അടിയും കടിയും. എൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളും അയാൾ കടിച്ചു മുറിച്ചു. അകത്തുനിന്ന് കതക് പൂട്ടി താക്കോൽ ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ടു. അയാൾ ബാത്റൂമിലേക്ക് പോയി. ആ സമയം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങളും ഞാൻ ആലോചിച്ചു. പെട്ടെന്നാണ് നിന്നെ ഓർത്തത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഫോണെടുത്ത് നിന്നെ വിളിച്ചു. നീ വന്നില്ലായിരുന്നെങ്കിൽ ആ ഫ്രാടൻ കുറേശ്ശെയായി എന്നെ കൊന്നേനെ. നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? സാരമില്ലടേ, സമാധാനിക്ക്. എന്തായാലും ജീവനോടെ രക്ഷപ്പെട്ടില്ലേ, അത് മതി. നന്ദിയൊന്നും വേണ്ട. വീടെത്തി. സുഗന്ധി കതക് തുറന്നു. ലൈറ്റ് തെളിച്ചു. മുറ്റമാകെ പ്രകാശം പരന്നു. 500 രൂപ ഓട്ടോ കൂലി കൊടുത്തു. അതൊരു പതിവാണ്. 500 രൂപ ഓട്ടോ കൂലി കൊടുത്തു. അതൊരു പടിയാണ്. രൂപ വാങ്ങുമ്പോഴാണ് രാജീവൻ അത് കണ്ടത്. ചുണ്ടിന് നന്നായി മുറിവുണ്ടല്ലോ. ഞാനിപ്പോഴാണ് കണ്ടത്. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാമായിരുന്നു, രാജീവൻ പറഞ്ഞു. സാരമില്ല, ഇവിടെ മരുന്നുണ്ട്. ശരിയായില്ലെങ്കിൽ പോകാം. ഇനി കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാം, രാജീവൻ തുടർന്നു. സുഗന്ധിക്ക് അറിയാമല്ലോ, എനിക്ക് 2 പെങ്ങന്മാരാണ്. ഒന്ന് എനിക്ക് മൂത്തത്, രണ്ടാമത്തേത് എനിക്ക് ഇളയത്. 2 പേരുടെയും വിവാഹം ഞാനാണ് നടത്തിയത്. അച്ഛനില്ലാത്ത കുറവ് അവർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല. അതിന് ഞാൻ അവസരം ഉണ്ടാക്കിയില്ല. 2 വിവാഹം നടത്തിയതിൻ്റെ ബാധ്യതകൾ ഏറെയുണ്ട്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ സഹോദരിയായി ദത്തെടുത്ത് നിൻ്റെയും വിവാഹം ഞാൻ നടത്തിയേനെ. പിന്നെ അമ്മയുടെ ചികിത്സാ ചിലവ് വേറെ. 4 ദിവസമായി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. നാളെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താണ് അസുഖം? സുഗന്ധി ചോദിച്ചതിന് മറുപടിയായി രാജീവൻ പറഞ്ഞു. അമ്മ പ്രായമായതിൻ്റെ അസുഖങ്ങൾ, അതിൻ്റെ കൂടെ പനിയും പിടികൂടി. അതാണ് ആശുപത്രിയിൽ പോയത്. നേരം പുലരാറായെന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ യാത്ര പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിന്നും സുഗന്ധിയുടെ വിളികേറ്റു തിരിഞ്ഞു നോക്കി. സുഗന്ധി 1000 രൂപ രാജീവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ സ്നേഹപൂർവ്വം നിരസിച്ചു. രാജീവ, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. അവൾ അങ്ങനെ ഓരോന്നും പറഞ്ഞ് നിർബന്ധിച്ച് ആ പണം അവനെ ഏൽപ്പിച്ചു. രാജീവൻ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ സുഗന്ധി പറഞ്ഞു. നിന്നെ ഫോൺ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യം. നീ പറഞ്ഞ പോലെ ഇനി കുറച്ച് ദിവസം പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലായി. എനിക്ക് പണം തന്നിട്ട് മൂട്ട പോലെ വീർത്ത പേഴ്സ് വയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പെട്ടെന്ന് അറിയാത്ത വിധത്തിൽ 500ൻ്റെ കുറച്ചെണ്ണം ഞാൻ അടിച്ചു മാറ്റി. ആ കഥ കേട്ട് രാജീവൻ ചിരിച്ചുപോയി. രാജീവൻ പോയി കഴിഞ്ഞപ്പോൾ സുഗന്ധിക്ക് പെട്ടെന്ന് എന്തോ ഒരു ശൂന്യത, ഏകാഹിയുടെ നൊമ്പരം നെടുവീർപ്പായി വായുവിൽ ലയിച്ചു. മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നുപോയി. ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സ് വിങ്ങുന്നു. സന്യാസിനിയൊന്നും അല്ലല്ലോ ഏകാന്തതയിൽ ഏകയായി ജീവിക്കാൻ. മനസ്സിൽ വിധിയെ പഴിച്ചുകൊണ്ട് അവൾ വീടിനകത്തേക്ക് കയറി കഥകളച്ചു. അവർ അറിയാതെ, മനസ്സുകൾ അറിയാതെ ഹൃദയങ്ങളിൽ പരസ്പരം അനുകമ്പ ഉയർകൊള്ളുകയായിരുന്നു. അവർ അറിയാതെ ആത്മാക്കൾ അടുക്കുകയായിരുന്നു. സുഗന്ധി ബാത്റൂമിൽ പോയി വന്നു. ചുണ്ടിലെ മുറിവിൽ ഉണങ്ങിപ്പിടിച്ച രക്തം വേദനയോടെ തുടച്ചു മാറ്റി. മരുന്ന് പുരട്ടി. അടിയും കടിയും ഏറ്റ സ്ഥലങ്ങളിൽ മാത്രമല്ല, ശരീരമാകെ വേദനയുടെ ഗുളികയും കഴിച്ച് കിടന്നു. നന്നായി ഉറക്കക്ഷീണം ഉണ്ട്, എന്നിട്ടും ഉറങ്ങുന്നില്ല. നിദ്രയുടെ വരവും കാത്ത് കണ്ണുകളടച്ച് അടങ്ങാതെ കിടന്നു. മനസ്സ് മാത്രം അടങ്ങിയില്ല. ഓരോ ചിന്തകൾ അലയടിച്ച് ഒഴുകുന്നു. മനസ്സിനൊരു നൊമ്പരം, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരമാകാം. ഓരോ വർഷം കഴിയുന്തോറും, ഓരോ വയസ്സ് കൂടുന്തോറും ഒറ്റയ്ക്കുള്ള ജീവിതം മടുക്കുന്നു. പഴയ ധൈര്യമൊന്നും ഇപ്പോൾ ഇല്ല. ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളെ പോലെ എൻ്റെ ജീവിതം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ചിന്തകൾ എങ്ങോട്ടൊക്കെയോ നിയന്ത്രണം ഇല്ലാതെ അലയുന്ന പട്ടം പോലെ മനസ്സ്.
2 സഹോദരിമാരുടെ മാനം കാത്ത് അവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തപ്പോൾ സ്വന്തം ജീവിതം ബലിയായി. കടത്തിൻ്റെ കരവലയത്തിനുള്ളിൽ പിടയുന്നു. വിവാഹ ജീവിതം ഇല്ലാതെയായി. എൻ്റെ അമ്മ 2ാം വിവാഹം കഴിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം നിലത്ത് വീണ് എൻ്റെ ജീവിതം നിലത്തു വീണുപോയ മൺകുളം പോലെയായി. അയാൾക്ക് അമ്മയേക്കാൾ വളരെ പ്രായം കുറവായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അമ്മയ്ക്ക് പ്രായം ആയതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായി തുടങ്ങി. ഞാൻ വളർന്ന് ഒരു സ്ത്രീയായി. മദ്യപിച്ച് ബോധമില്ലാതെ വരുന്ന ദിവസങ്ങളിൽ അയാൾ എന്നെ ബലമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അമ്മയുടെ എതിർപ്പുകൾക്ക് ഫലമുണ്ടായില്ല. ഞങ്ങൾക്ക് അയാളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. മരിക്കാൻ പേടിയായതിനാൽ ആത്മഹത്യ ചെയ്യാൻ എനിക്കും കഴിഞ്ഞില്ല. അമ്മയ്ക്ക് പ്രായമായി, അസുഖങ്ങളായി, അവശതയായി. എന്നെയും അയാൾക്ക് മടുത്തു കാണും. വേറെ ഏതോ പൂങ്കൊമ്പിൽ പിടിച്ചു കാണും. ഒരു ദിവസം വാരിപ്പെറുക്കി അയാൾ പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ വിശപ്പിൻ്റെ നെടുവീർപ്പുകൾ അടക്കിപ്പിടിച്ച തേങ്ങലുകളും വായുവിൽ ലയിച്ചൊടുങ്ങി. കേട്ടവർ കേൾക്കാതെയും കണ്ടവർ കാണാതെയും നടിച്ചു അകന്നുപോയി. സഹായിക്കാൻ മനസ്സില്ലാത്തവർ കുറ്റപ്പെടുത്തി അകന്നുപോയി. ആ കൂട്ടത്തിൽ അടുത്ത ബന്ധുക്കളും. ഞങ്ങൾക്ക് ആഹാരം വേണം, അമ്മയ്ക്ക് മരുന്ന് വേണം, മറ്റു ചിലവുകളും വേറെ. എന്നാൽ ചിലരൊക്കെ സ്നേഹം കാണിച്ച് മാറാതെ അരികിൽ ചുറ്റിപ്പറ്റി നിന്നു. എൻ്റെ ശരീരത്തിന് വിലപേശി. കൊച്ചച്ഛനെന്ന ഭ്രാന്തദുഷ്ടൻ എന്നെ നശിപ്പിച്ച് വച്ചുകൊണ്ടിരുന്ന കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാം. ഇനി എന്ത് മാനം? ചോദിച്ചു വരുന്നവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എൻ്റെ ശരീരത്തിന് ഞാൻ വിലയിട്ടു. മാസങ്ങൾ കടന്നുപോയി. പുതിയ വീട് പണിതു. അമ്മയുടെ ചികിത്സാ കാര്യങ്ങൾ നടത്തി. എൻ്റെ ജീവിതം നശിച്ചതിന് കാരണക്കാരിയായ അമ്മയെ ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കി. എൻ്റെ ജീവിതം ഓർത്ത് അമ്മയ്ക്ക് അതിയായ കുറ്റബോധവും ദുഃഖവും ഉണ്ടായി. മരിക്കുന്നതിന് മുൻപ് എന്നോട് പലതവണ മാപ്പ് പറഞ്ഞു. അമ്മയുടെ മരണം, ചിലവുകൾ, മരണാനന്തര ചടങ്ങുകൾ എല്ലാം ഭംഗിയായി നടത്തി. അമ്മ സന്തോഷമായി മടങ്ങിപ്പോയി. മുൻപ് പറഞ്ഞതുപോലെ മരിക്കാൻ ഭയമായതിനാൽ ഒരു വേസ്റ്റായി ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്നാലും ഒരു നാൾ അത് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടുന്ന ധൈര്യം ഇപ്പോഴേ സംഭരിച്ചു തുടങ്ങണം. മനസ്സിൽ ചിന്തകൾ കുറഞ്ഞപ്പോൾ സുഗന്ധി നിദ്രയിലാണ്ടുപോയി. നേരം പുലർന്നു ഏറെയായി. ഫോൺ ശബ്ദിച്ചപ്പോഴാണ് സുഗന്ധി ഉണർന്നത്. രാമു ആശാനായിരിക്കും, അല്ലാതെ ആര് വിളിക്കാൻ? അല്ല, രാജീവനാണ്. സുഗന്ധി ഫോണെടുത്തു. വീട്ടിലുണ്ടോ? മറുതടുക്കൽ രാജീവൻ്റെ ശബ്ദം. ഉണ്ടല്ലോ. എന്താ രാജീവ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറയാം. ഫോൺ കട്ടായി. 30 മിനിറ്റ് കഴിഞ്ഞു രാജീവൻ വന്നു. ആസ്പത്രിയിൽ പെങ്ങന്മാരാ അമ്മയെ നോക്കിയത്. ഇപ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല. 2 പേർക്കും പൊടിക്കുഞ്ഞുങ്ങളാണ്. അവരുടെ സാഹചര്യം അനുസരിച്ച് വീട്ടിൽ വന്ന് അമ്മയെ നോക്കാൻ കഴിയില്ല. ഞാൻ ആലോചിച്ചപ്പോൾ ഇയാൾ കുറച്ച് ദിവസം ഇവിടെ ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുകയല്ലേ, അമ്മയ്ക്കൊരു കൂട്ടായി ഒന്ന് വരുമോ? സഹായിച്ചാൽ വളരെ ഉപകാരമാവും, രാജീവൻ പറഞ്ഞു. രാജീവൻ പറഞ്ഞത് കേട്ട് സുഗന്ധി ഉച്ചത്തിൽ ചിരിച്ചു. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ? ചിരിയോടൊപ്പം അവൾ ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. രാജീവൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ വന്ന് നിന്നാൽ ഇയാൾക്ക് ആരെങ്കിലും പെണ്ണ് തരുമോളൂ? അത്രയേ ഉള്ളോ? അതിന് ഞാൻ വിവാഹം കഴിക്കുന്നെന്ന് ആര് പറഞ്ഞു? പെണ്ണ് കിട്ടാത്തത് ഞാൻ സഹിച്ചു. ഇയാൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. എനിക്ക് മനസ്സുണ്ട്, അത് നിനക്ക് പേരുദോഷമാകും. എന്നാൽ സുഗന്ധി അത്യാവശ്യം സാധനങ്ങൾ എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറി. സുഗന്ധിയെയും കൊണ്ട് രാജീവൻ വീട്ടിലെത്തി. സുഗന്ധി ആരാണെന്ന് രാജീവൻ്റെ അമ്മയ്ക്ക് അറിയാത്തത് ഭാഗ്യം. സമൂഹത്തിൻ്റെ ഒച്ചയെടുപ്പിന് രാജീവൻ കാതോർത്തില്ല. പാതിരാത്രി വരെയുള്ള വണ്ടിയോട്ടം തൽക്കാലം വേണ്ടെന്ന് വെച്ചു. 9 മണിക്ക് മുൻപായി വീട്ടിലെത്തും. രാവിലെ വീട്ടിൽ നിന്നാണ് കാപ്പികുടി. ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു പൊതിച്ചോറ് സുഗന്ധി കൊടുത്തുവിടും. രാത്രിയിൽ നല്ല ഭക്ഷണം. ഇത്രയും രുചിയുള്ള ഭക്ഷണം രാജീവിന് പുതുമയായിരുന്നു.
അമ്മയെ കുറ്റം പറഞ്ഞതല്ല, പ്രായമായില്ലേ. സുഗന്ധിയുടെ കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ രാജീവിന് കഴിയാത്തൊരു അവസ്ഥയിലായി. കയർപ്പ് കൊണ്ട് ഇറക്കാനും വയ്യ, മധുരം കൊണ്ട് തുപ്പാനും വയ്യ. ഇരുവരും മനസ്സുകൊണ്ട് ഒരു കുടുംബ ജീവിതം ആസ്വദിക്കുകയായിരുന്നു. വിവാഹം കഴിച്ച് ജീവിക്കാൻ യോഗമില്ലെങ്കിലും കുറച്ച് ദിവസം ഒരു കുടുംബിനിയെപ്പോലെ ജീവിക്കാൻ അവസരം ലഭിച്ചതിൽ സുഗന്ധി വളരെയധികം സന്തോഷവതിയായിരുന്നു. രാജീവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഒന്നാലോചിച്ചാൽ പതിവ്രതകൾ ചമഞ്ഞു നടക്കുന്ന ചില കുടുംബിനികൾ എത്രയോ മോശക്കാരാണ്. അന്തിക്ക് കൂടണയുന്ന ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ അവരുടെ മനസ്സിൽ അന്ന് പകൽ അവരോട് ഒട്ടിച്ചേർന്ന് കിടന്ന കാമുകനായിരിക്കും. അങ്ങനെ എത്രയോ പേരെ തനിക്കറിയാം. പിന്നെ ഏതെല്ലാം വീടുകളിൽ ശരീരസുഖമോ ഭക്ഷണസുഖമോ മനസ്സുഖമോ ഒന്നുമില്ലാതെ എന്നും എപ്പോഴും തല്ലും വഴക്കുമായി കഴിയുന്നവർ എത്രയെണ്ണം. അതൊക്കെ നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് സുഗന്ധി. അവൾ സ്വയം നശിച്ചതല്ലല്ലോ, അവളെ നശിപ്പിച്ചതാണ്. ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബമായി ജീവിക്കാൻ കഴിയാത്തതിൽ സുഗന്ധിയുടെ ദുഃഖം എത്രയോ തവണ താൻ കേട്ടതും കണ്ടതുമാണ്. അവൾക്കൊരു ജീവിതം കൊടുത്താൽ അതൊരു പുണ്യമായിരിക്കും. തന്നെയുമല്ല, ഇത്രയും ദിവസം അവൾ എൻ്റെ വീട്ടിൽ താമസിച്ചതിൻ്റെ പേരിൽ എനിക്കിനി ഒരു പെണ്ണ് കിട്ടില്ല. ആരെങ്കിലും തയ്യാറായാൽ തന്നെ തട്ടിമാറ്റാൻ അനേകരുണ്ടാവും. വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടാണ് സുഗന്ധിയെ വീട്ടിൽ താമസിപ്പിച്ചത്. എന്നാൽ വീട്ടിൽ സന്മനസ്സുള്ള ഒരു പെണ്ണ് വന്നാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചെറുതല്ലെന്ന് രാജീവന് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ പെണ്ണും ഒരുപോലെയാകണമെന്നില്ല. മാനം വിറ്റ് ജീവിക്കുന്നവർ മനസ്സ് വിൽക്കുന്നില്ല. എന്നാൽ മാനം ഉള്ളവർ മനസ്സ് വിറ്റില്ലെന്ന് എങ്ങനെ അറിയാം? അവർ പോകാൻ മനസ്സ് കാണിക്കുന്നതുമില്ല. മാനം വിറ്റ് ജീവിക്കുന്നവർ മനസ്സ് വിൽക്കുന്നില്ല. എന്നാൽ മാനം ഉള്ളവർ മനസ്സ് വിറ്റില്ലെന്ന് എങ്ങനെ അറിയാം? അവൾ പോകാൻ മനസ്സ് കാണിക്കുന്നതുമില്ല. അവൾ പോകാൻ എനിക്കും താല്പര്യമില്ല. വരുന്നത് പോലെ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. രാജീവിൻ്റെ അമ്മയ്ക്ക് അസുഖമൊക്കെ സുഖമായെങ്കിലും സുഖമില്ലെന്ന് അഭിനയിച്ച് ഇരിപ്പാണ്. ഒരു ദിവസം രാജീവന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അമ്മ പറഞ്ഞു, എടാ മോനെ, ഈ പെങ്കൊച്ചിനും ആരുമില്ലെന്നാണ് പറയുന്നത്. ഞാനങ്ങ് പോയാൽ നിനക്കാരുണ്ട്? നീ അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി ഒരു പുടവയും വാങ്ങിക്കൊടുക്ക്. രാജീവൻ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി. സുഗന്ധിയുടെ മുഖത്ത് ആദ്യമായി ഒരു നാണം വിരിഞ്ഞു. ചെറുപുഞ്ചിരിയോടെ മുഖം കുനിഞ്ഞുപോയി. ഒരു കന്യകയെ പോലെ അവളുടെ മനസ്സ്. രാവിലെ ചോറ് പൊതി രാജീവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജീവൻ സുഗന്ധിയോട് ഒരു ചോദ്യം. ഇന്നലെ രാത്രിയിൽ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഒരു താലി വാങ്ങട്ടോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ അമ്മ അങ്ങനെ പറയുമോ? അപ്പോഴും വീട്ടിൽ നിന്ന് പുറത്താക്കും. അറിയാവുന്നവരും കളിയാക്കുന്നത് മനസ്സിന് വിഷമമാണ്. അതുകൊണ്ട് കളിയാക്കേണ്ട സാറേ. മരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നത്. സുഗന്ധിയുടെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു. ഞാനും ജീവിച്ചു പോട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് സുഗന്ധിയുടെ പല മാറ്റങ്ങളും സംഭവിച്ചു. ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ശാലീനതയും സംസാര ശൈലി തന്നെ മാറിപ്പോയി. പോരാത്തതിന് ചെറുനാണവും. സാറ് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എനിക്കത് വിധിച്ചിട്ടില്ല. എന്നെ വിട്ടേക്ക്. അപ്പോഴേക്കും കണ്ണുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി. അമ്മയ്ക്കിപ്പോൾ സുഖമായല്ലോ, എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. സുഗന്ധി, താൻ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല. മനസ്സ് നല്ലതല്ലെങ്കിൽ ശരീരം നല്ലതായതുകൊണ്ട് എന്ത് കാര്യം? തന്നെപ്പോലെ സന്മനസ്സുള്ള ഒരു പെണ്ണിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടാൻ? ഞാൻ വിവാഹം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചവന് തൻ്റെ എല്ലാ പ്രവൃത്തികളും ഉത്തമയായ ഒരു സ്ത്രീയുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പരസ്പരം അറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് ജീവിതമാകുന്നത്. തനിക്ക് അതിന് കഴിയും. എൻ്റെ ബുദ്ധിമുട്ടിലും കടബാധ്യതകളിലും എല്ലാം എന്നോട് സഹകരിച്ച് പോകാൻ തനിക്ക് മാത്രമേ കഴിയൂ. സമ്മതമാണെങ്കിൽ ഞാൻ ഒരു താലി വാങ്ങാം. സ്വപ്നങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ച് നമുക്കും ജീവിക്കാമല്ലോ. സുഗന്ധിയുടെ മനസ്സിൽ കുളിർമഴ പെയ്തു. അത് പുഞ്ചിരിയായി വിടർന്നു. എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും
എനിക്കൊരു പുടവ തരാൻ സമ്മതമാണെങ്കിൽ ഞാൻ ആ കാല് തൊട്ട് വന്നിക്കും. അവൾ വീടിനകത്തേക്ക് കയറിപ്പോയി. രാജീവൻ രാത്രിയിൽ വന്നപ്പോൾ സുഗന്ധിയുടെ കയ്യിൽ കൊടുത്ത തുണിക്കടയിലെ സഞ്ചിക്കുള്ളിൽ കണ്ടത് താലിയും മാലയും പുടവയും. സുഗന്ധിയുടെ സന്മനസ്സിന് ഒരു പുടവ. സുഗന്ധി രാജീവൻ്റെ കാല് തൊട്ട് തൊഴുതു വണങ്ങി. ശുഭം.